കോവിഡിൻ്റെ ഒരു 50% കേസുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ശ്വാസകോശം ശരിക്കും സ്പോഞ്ച് പോലെയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയും. ആയുർവേദത്തിലൂടെ തീർച്ചയായിട്ടും ആസ്മയ്ക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ആദ്യം ജസ്റ്റ് പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് പത പോലുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കഫത്തിനെ അലിയിച്ച് കളയാൻ ആയുർവേദം മരുന്നിന് കഴിയും. കൊറോണ വൈറസിന് ശേഷം നമുക്ക് ആസ്മ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസം മുട്ടലുകൾ കൂടുതലായിട്ട് രോഗികളിൽ കണ്ടുവരുന്നുണ്ട്. കോവിഡിൻ്റെ ഒരു നല്ല ശതമാനവും കേസുകളിലും ഒരു 50% കേസുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മസിൽ ക്രാംസ് ഇതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എഫക്റ്റ് ചെയ്തിട്ടുള്ള 50% കേസും റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശ്വാസകോശ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ അത് കുറയ്ക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബ്രീത്തിങ് മസിൽസ്, നമ്മുടെ ചില മസിൽസാണ് അതിനെ, അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ എക്സ്പാൻഡബിലിറ്റി എന്ന് പറയാം. അതായത് ശ്വാസകോശം ശരിക്കും സ്പോഞ്ച് പോലെയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയും. അത് സ്പോഞ്ച് പോലെയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്പാൻഡബിലിറ്റി, ചുരുങ്ങാനും വികസിക്കാനും തരുന്ന ഒരു കഴിവാണ്. ആ ഒരു കഴിവിനെ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വളരെ മൈൽഡായിട്ടുണ്ടായിരുന്ന ഒരുപാട് പേഷ്യന്റിൽ അത് എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ആയുർവേദത്തിലൂടെ ഈ ആസ്മ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുമോ? ആയുർവേദത്തിലൂടെ തീർച്ചയായിട്ടും ആസ്മയ്ക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അത് പലതരത്തിലുണ്ട്. അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് ചില ആൾക്കാരിൽ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, മറ്റ് ചില ആൾക്കാരിൽ കുറച്ച് അധികം സമയം എടുക്കും അതിൻ്റെ ഒരു ഫലം ലഭ്യമാകാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ആസ്മയുടെ പ്രൈമറി തിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ എയർവേ, അതായത് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന എയർവേയുടെ ഞെരുക്കം ഒരു കാരണമാണ്. മറ്റൊന്ന് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഈ എയർവേയുടെ ഉള്ളിലുണ്ടാകുന്ന കഫത്തിൻ്റെ ലെയർ പോലെ വന്നിട്ട് ആ ശ്വാസം ഉള്ളിലേക്ക് പോകാനുള്ള സ്പേസ് കുറയുക. അതായത് ഒരു പൈപ്പിനുള്ളിൽ എന്താ പറയുക ഒരു കോട്ടിങ് പോലെ വരികയാണ്. ഈ കോട്ടിങ് വന്നു കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ശ്വാസം ഉള്ളിലേക്ക് കയറാൻ ഇത് രണ്ടിനും ചികിത്സ ആവശ്യമാണ്. ഇത് കഫം അരിയിച്ച് കളയുന്ന തരത്തിലുള്ള ചികിത്സകൾ, അതാണ് ഇന്റേണൽ മെഡിക്കേഷൻ്റെ പ്രാധാന്യം. മറ്റ് സിസ്റ്റം ആണെങ്കിൽ ശരിക്കും സ്പ്രേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഹേലേഴ്സിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അത് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ വിഷയമാണ് നമ്മുടെ എക്സ്പാൻഡബിലിറ്റിയെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഫം വീണ്ടും, അതായത് ഈ പറയുന്ന ഇൻറ്റേർണൽ എയർവേയിൽ കഫം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടത്തില്ല. അവിടെയാണ് ഇൻറ്റേർണൽ മെഡിസിൻ്റെ, ആയുർവേദ മെഡിസിൻ്റെ പ്രാധാന്യം വരുന്നത്. ആയുർവേദ മെഡിസിൻ കഴിക്കുന്നതോടുകൂടി നമ്മുടെ അവിടെയുള്ള ഇൻഫെക്ഷനെ ഒഴിവാക്കുന്നു. അമിതമായ കഫം അല്പം വേണം, ഒരു വെറ്റാണ് സിസ്റ്റത്തിലാണ് നമ്മുടെ ഉള്ളത്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് കേൾക്കുന്ന പൊടി ശ്വാസകോശത്തിൽ പോവാതെ ഇത് വെറ്റായി പോവുകയാണെങ്കിൽ വെറ്റ് ട്യൂബാണ് ഉള്ളത്, അതല്പം വേണം. പക്ഷേ അമിതമായ പ്രൊഡക്ഷൻ കൊണ്ട് അതിനെ വന്നേക്കുന്ന കഫത്തിനെ അലിയിച്ച് കളയണം. ദെൻ നമ്മുടെ ശ്വാസത്തിൻ്റെ എക്സ്പാൻഡബിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള ചികിത്സകളുമാണ് നമ്മൾ കയൽവാരത്ത് ഹോസ്പിറ്റലിൽ അനുവർത്തിച്ചു വരുന്നത്. ഡോക്ടർ, അതുപോലെ നമ്മുടെ കഫത്തിന് ചില സമയത്ത് കളർ വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ ചില കഫത്തിനൊക്കെ ഒരുപാട് പഴകിയതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കഫത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ ആസ്മയുടെ തുടക്കമോ ആസ്മയിലേക്ക് പോകുന്നതോ ആണോ? കഫത്തിൻ്റെ നിറം ഏത് കേസിലും വരാം. അതൊരു ആസ്മ രോഗി ആവണമെന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് പത പോലുള്ള വെളുത്ത നിറത്തിലുള്ളതാണ്. അവിടെ ഒരു ഇൻഫെക്ഷന് സാധ്യതയില്ല. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കഫത്തിൻ്റെ കെട്ടൽ മാത്രമേ ഉള്ളൂ. അത് പ്യുവറായിട്ട് എക്സസ് ആയിട്ട് വരുന്ന കഫം നമ്മൾ തുപ്പിക്കളയുകയാണ് വരുന്നത്. അത് ഏത് പനി വരുന്ന ഒരാൾക്കും വരാം. അതൊരു ആസ്മ പേഷ്യൻ്റ് ആവണമെന്നില്ല. ഇത് കഴിഞ്ഞിട്ട് അത് പ്രോപ്പർലി പോവാതെ വരുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റേജായി ഇൻഫെക്ഷ്യസ് കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇൻഫെക്ഷ്യസ് കണ്ടീഷനിലേക്ക് പോകുമ്പോഴാണ് കഫം തുപ്പുമ്പോൾ മഞ്ഞ നിറത്തിൽ വരുന്നതും അമിതമായ ഒരു സ്മെല്ലോട് കൂടിയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട്, ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കഫം പലപ്പോഴും നമ്മൾ ചുമയ്ക്കുന്നതുകൊണ്ട് മാത്രം പോകത്തില്ല. കാര്യം അതിന് ശരിക്കും ഇന്റേണൽ മെഡിസിൻ്റെ പ്രാധാന്യം അവിടെയും ഉണ്ട്. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കഫത്തിനെ അലിയിച്ച് കളയാൻ ആയുർവേദം മരുന്നിന് കഴിയും. ഇനിയും ഓവർ സ്ട്രെയിൻ വരുമ്പോൾ ബ്ലഡ് സ്റ്റെയിനോട് കൂടി
ഉള്ള ഒരു കഫം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനകത്തൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആക്ച്വലി നമുക്ക് ആവശ്യമാണ്. അതായത് ഒരു ആസ്മയാണോ, അവിടെ ഒരു ട്യൂബർക്ലോസിന്റെ സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വരും. കാര്യം ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലക്ഷണം കാണിക്കും. ഇത് ആസ്മ സിവിയർ ആയിട്ട്, കാര്യം കാപ്പിലറി, നമ്മുടെ തൊണ്ടയ്ക്കകത്തും ഒക്കെയുള്ള കാപ്പിലറീസ് റപ്ചർ ചെയ്തിട്ട് ചെറിയ ബ്ലഡ് സ്റ്റെയിൻസ് വരാം. ഇത് കൂടാതെ ട്യൂബർക്ലോസിസ് കണ്ടീഷനിനകത്തും ഈ പറയുന്ന പോലെ ബ്ലഡ് സ്റ്റെയിൻസ് വരാം. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ബ്ലഡ് സ്റ്റെയിൻ, അപ്പം അങ്ങനെ ഒരു 3 തരത്തിൽ കഫത്തിന്റെ നിറത്തിനെ നമ്മൾ 3 രീതിയിലും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുകയും ചികിത്സിക്കേണ്ടതുണ്ട്. ആയുർവേദത്തിലെ നമ്മുടെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ആസ്മയ്ക്ക് വേണ്ടിയുള്ളത്? ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ 2 തരത്തിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൈറോമെട്രി വഴി തന്നെയുള്ള, അല്ലാതെ കൃത്യമായിട്ട് ആസ്മയ്ക്ക് ഒരു ഇതൊന്നുമില്ല. പിന്നെ കഫം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റേ എടുക്കും എന്നുള്ളത് മാത്രമാണ്. അത് ഓവറായിട്ട് കഫം എത്രത്തോളം അതിൻ്റെ സ്പ്രെഡ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചികിത്സയുടെ വരുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, കഫം അലിയിച്ച് കളയുന്ന മെഡിസിൻസ് എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്പാൻഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള മരുന്നുകൾ. അത് ലേഹ്യം, അരിഷ്ടം, കഷായം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ചിലത് ടാബ്ലറ്റ് വരുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ടോണിക് ഫോമിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് അരിഷ്ടങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ മധുരം ഉള്ളതൊക്കെയാണ്, ശർക്കരയിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതുകൊണ്ടും. പിന്നെ ഈ അരിഷ്ടാശ്രമങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ വൈനിൻ്റെ പോലുള്ള പ്രിപ്പറേഷൻ ഉണ്ട്, ഫാസ്റ്റ് അബ്സോർപ്ഷൻ ടു ദ ബോഡിയാണ്. കുട്ടികളിലൊക്കെ തന്നെ ആണെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. സ്വാഭാവികമായിട്ടും ഏത് മെഡിസിൻ എടുക്കുമ്പോഴും അവിടെ ഒരു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അത് കൊടുക്കുമ്പോഴത്തേക്കിന് ആ കഫം അലിയിച്ചു പോവുകയും അതിനായിട്ട് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് മാതളവല്വാതി ലേഹ്യം, അതുപോലെ തന്നെ എന്താ പറയുക, ഈ കർപ്പൂരാതി ലേഹ്യം, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അരിഷ്ടങ്ങൾ, വാശാരിഷ്ടം, കനകാസുവം, പിന്നെ അമൃതാരിഷ്ടം. ഈ അമൃതാരിഷ്ടത്തിന് എപ്പോഴും ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കുന്ന ഒരു കാര്യം, ഈവൻ പനി കുറയ്ക്കുന്ന, അതിൻ്റെ ഡെഫിനറ്റ്ലി അമൃതാരിഷ്ടത്തിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ ആവശ്യമാണ്. കാര്യം ഈ ടൈപ്പുള്ള ഏത് കേസിനകത്തും ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ഇൻഫെക്ഷൻ സബ്സൈഡ് ചെയ്യുന്ന കാര്യത്തിൽ അമൃതാരിഷ്ടത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഡോക്ടറെ, നമുക്ക് പെട്ടെന്ന് ചില ആൾക്കാർക്ക് ആസ്മ കൂടിയിട്ട് നിൽക്കുന്ന ഒരു ടൈം കാണില്ല, വീട്ടിലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ആയിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ആ ഒരു ആസ്മ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു റെമഡി അങ്ങനെ എന്തെങ്കിലും? ഇതിനെ 2 രീതിയിൽ കാണണം. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ഫെർമെന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ചെറു ചൂടുവെള്ളത്തിൽ തോർത്ത് പിഴിഞ്ഞ് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തും പുറത്തും എല്ലാം വെക്കുക. കഴിവതും എഴുന്നേറ്റിരിക്കാനും, കഫം ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ അത് ഇറക്കാതെ തുപ്പിക്കളയാനായിട്ടുള്ള ഒരു ഇത് ചെയ്യണം. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത് കർപ്പൂരാതി തൈലം എന്ന് പറയുന്നത്, സാധാരണ വേദനയ്ക്കൊക്കെയാണ് കർപ്പൂരാതി തൈലം ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് ചെസ്റ്റിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീമർ വെച്ചിട്ടോ മറ്റോ സ്റ്റീം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഹോട്ട് ഫെർമെൻറ്റേഷൻ കൊടുക്കുന്നത് ചെസ്റ്റിന് നല്ലതായിരിക്കും. പിന്നെ അല്പം കുനിഞ്ഞ് പുറകിലേക്ക് തട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക പാറ്റേണിൽ അതൊന്ന് ട്രിബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഫം പുറത്തോട്ട് വരാതെ തടസ്സമായിട്ട് നിൽക്കുന്നത് പുറത്തും പൊട്ടുന്നു പോകാനുള്ള കാര്യമുണ്ട്. ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനെ കുറിച്ച് ചോദിച്ചിരുന്നില്ലേ, അതിനകത്തൊരു കാര്യം വെച്ചാൽ ഈ ശരിയായിട്ട് ഓക്സിജൻ ഇൻസഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പാനിക് സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ അതിനെ ഡിലേ ചെയ്യരുത്. അത്രയ്ക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എമർജൻസി മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയുക, നമ്മൾ ഫെയിൻറ്റിങ് പോലുള്ള കണ്ടീഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു റെഗുലർ എപ്പോഴും നമ്മൾ ഈ പറയുന്ന കെമിക്കൽ മെഡിസിൻസ് ഒരുപാട് കഴിക്കുന്നതും അത് ശരീരത്തിന് ഒരുപാട് മറ്റ് ദൂഷ്യങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു പ്രോപ്പർ റെമഡി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സുരക്ഷിതമായ ചികിത്സ, സുരക്ഷിതവും ശാസ്ത്രീയമായ ചികിത്സ എന്നുള്ള നിലയിൽ തന്നെ ആയുർവേദത്തിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്.